പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സിബിഐ കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച സിപിഎം പ്രവർത്തകർക്ക് കൂട്ടപ്പരോൾ. കേസിലെ ഒന്നാം പ്രതി എ പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി പരോൾ അനുവദിക്കരുതെന്ന് ബേക്കൽ പോലീസിന്റെ റിപ്പോർട്ട് നിലനിൽക്കെയാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. കോഴിക്കോട് വാണിമേലിൽ തെരുവ് നായ ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥിനി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. നായ ആക്രമിച്ചത് ക്രസന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ. നിലത്തു വീണെങ്കിലും കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. നായകൾ പിന്തിരിഞ്ഞോടിയത് നാട്ടുകാർ ബഹളം വെച്ചതോടെ. തൃശൂരിലെ വോട്ട് വിവാദത്തിൽ പ്രതികരിച്ച് സുരേഷ് ഗോപി. ശവങ്ങളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചവരാണ് തന്നെ കുറ്റം പറയുന്നതെന്ന് സുരേഷ് ഗോപി. ഇടുക്കി മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിന് സമീപം നടത്തിയ കലിംഗ സംവാദ പരിപാടിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. എയിംസ് ആലപ്പുഴയ്ക്ക് നൽകിയില്ലെങ്കിൽ തൃശൂരിൽ വേണമെന്നാണ് തന്റെ നിലപാടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴയിൽ എയിംസ് വേണമെന്ന് 2015 താൻ എടുത്ത നിലപാടാണ്. എയിംസ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് താൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞുവെന്ന് തെളിയിച്ചാൽ താൻ രാജിവെക്കാമെന്നും സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യമുയർത്തി മുസ്ലിം ലീഗ് MLA. താനൂർ, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകൾ ഉൾപ്പെടുത്തി തീരദേശ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവുമായി തിരൂർ MLA കുറുക്കോളി മൊയ്തീനാണ് രംഗത്തെത്തിയത്. ജനസംഖ്യ ആനുപാതികമായ വികസനം സാധ്യമാകണമെങ്കിൽ ജില്ലാ വിഭജനം അനിവാര്യമാണെന്നാണ് മൊയ്തീന്റെ നിലപാട്. എന്നാൽ ഈ ആവശ്യത്തോട് ലീഗ് യോജിച്ചിട്ടില്ല. പലസ്തീൻ അംബാസഡറെ പങ്കെടുപ്പിച്ച് കോഴിക്കോട്ട് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താൻ CPM. മുസ്ലിം സംഘടനകൾക്ക് വേദിയിൽ ഇരിപ്പിടമില്ല. CPM നീക്കം വിവാദമാകാൻ സാധ്യത. മുസ്ലിം സംഘടനാ നേതാക്കൾ വിമർശനവുമായി രംഗത്ത് വന്നേക്കും. പാകിസ്ഥാൻ